റിയാലിറ്റി വണ്ണിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് കൊണ്ടോട്ടി പറമ്പിൽ പീടിക എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ 20 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായിട്ട് നല്ല സിമ്പിളായി ഡിസൈൻ ചെയ്ത ഒരു കിഡിലൻ വീടിൻ്റെ ഹോം ടൂർ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരു വീടിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത് ദ വൺ ഡിസൈൻ സ്റ്റുഡിയോ ആണ്. TMH ഡെവലപ്പേഴ്സ് ആണ് ഇതിൻ്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഈ ഒരു വീട് ഹോം ടൂർ നമുക്ക് സത്യം പറഞ്ഞാൽ ഗേറ്റിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് നമ്മൾ ഇവിടെ തന്നെ ഉള്ളത്. ഇവിടെ കോമ്പൗണ്ട് വാളിലായിട്ട് നല്ല രീതിയിൽ വീടിന് വെച്ചൊരു പേര് കൊടുത്തിട്ടുണ്ട്, ബൈത്തുൽ ദുവ എന്നാണ്. അത് നല്ല രീതിയിൽ ഈ കോമ്പൗണ്ട് വാളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലായിട്ട് ക്ലാഡിങ്ങും ദെൻ മെറ്റലിൽ കൊടുത്തിട്ടാണ്, പേര് മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കിലായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ടച്ചിലാണ് കോമ്പൗണ്ട് വാൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗേറ്റും എടുത്തു പറയേണ്ടതാണ്. ഗേറ്റിൻ്റെ ഡിസൈനിനെ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് കംപ്ലീറ്റ് ഇൻഡസ്ട്രിയലിലാണ്, സെപ്പറേറ്റ് ഒരു ഇടകലർത്തുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈനിങ്ങും വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇത് നേരെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് ഒരു എൻട്രൻസിലേക്ക് തന്നെയാണ് നേരെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാസേജ് കംപ്ലീറ്റ് കോബിൾ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത്. കോബിൾ സ്റ്റോണും സൈഡിലായിട്ട് ബാംഗ്ലൂർ സ്റ്റോണും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാലമായാൽ നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല ഗ്രിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഈ വീടിനെ എടുത്തു പറയേണ്ട കാര്യം തന്നെ, നല്ലൊരു ബ്യൂട്ടി കൊടുക്കുന്നുണ്ട്. ഒരു വെൽക്കം സ്പേസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പൗണ്ട് വാളും ഈ ഒരു ഗ്രിൽ വർക്കും കാര്യങ്ങളാണ് ഏറ്റവും ഈ വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഇത് നമ്മൾ നേരെ എത്തുന്നത് ഫ്രണ്ട് ഭാഗത്തേക്കാണ് കേട്ടോ. നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു സിറ്റ് ഔട്ട് സ്പേസിലേക്കാണ് നേരെ നമ്മൾ വെൽക്കം ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തും അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടുന്നുണ്ട്. ബാംഗ്ലൂർ സ്റ്റോൺ തന്നെയാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എക്സ്റ്റീരിയർ എലവേഷനിൽ ഒരു ഓഫ് വൈറ്റ് പെയിൻറ്റിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഹൈലൈറ്റ് പറയാൻ കാരണം പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ഈ ഒരു എക്സ്റ്റീരിയർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഇവിടെയൊക്കെ ലാൻഡ്സ്കേപ്പിൻ്റെ ഏരിയ ആണ്. അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് ഈ ഒരു സൈഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലാന്റും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ വിൻഡോസ് ആണ്. സാധാരണ നമ്മൾ നോർമലായിട്ടുള്ള വിൻഡോസ് കൊടുക്കാതെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇവിടുത്തെ വിൻഡോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ പോർച്ച് വരുന്നത് ഈ ഒരു സിറ്റോണിൻ്റെ ഈ ഒരു ഭാഗത്തേക്കാണ്. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ വന്നുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ ഭാഗം വരെ താഴെ ഫ്ലോറിലായിട്ട് ബാംഗ്ലൂർ സ്റ്റോണും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് പോർച്ച് വരുന്നത്. പോർച്ചിൻ്റെ റൂഫിംഗ് ആയിട്ട് ഇൻഡസ്ട്രിയൽ വർക്കും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു വാളിൽ ഒരു ഗ്രീൻ ടച്ചിൽ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ തീമിൽ തന്നെ ജാളി വർക്കും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടതിൻ്റെ ലെവലാണ്. ഈ ഒരു ഭാഗത്ത് സ്ലോപ്പിംഗ് റൂഫ് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് അതിനും താഴ്ത്തിയിട്ടാണ് ഇതിൻ്റെ സ്ലാബ് കൊടുത്തിട്ടുള്ളത്. സിറ്റോട്ട് നോക്കുകയാണെങ്കിൽ അതിലും താഴ്ത്തിയിട്ടാണ് നല്ല ഡിസൈൻ ഈ ഒരു എലിവേഷൻ നമുക്ക് തോന്നിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ലിവിങ് സ്പേസിൻ്റെ ഏരിയ ആണ്. അവിടേക്കുള്ള ആ ഒരു ഭാഗം റിബൺ വിൻഡോസ് ആണ് ആ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഫിക്സഡ് ഗ്ലാസ്സോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ടിൻ്റെ എടുത്ത് പറയേണ്ടത് നമ്മൾ ഈ ഒരു പെയിൻറ്റിങ് കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ അതും ഈ ഒരു വീടിനെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാളിൽ കൊടുത്ത് പെയിൻറ്റും മാച്ചായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലോറിങ്ങും തോന്നുന്നുണ്ട്. ഇറ്റാലിയൻ മാർബിൾസ് ആണ് കംപ്ലീറ്റ് സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ സ്റ്റെപ്പിലും ഇറ്റാലിയൻ മാർബിളും പിന്നെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഒരു ബ്ലാക്ക് ലൈൻ ഇങ്ങനെ ത്രൂ ഔട്ട് പോകുന്ന പോലെയുണ്ട്. അത് നല്ലൊരു വെറൈറ്റി ആയിട്ട് ഫ്ലോറിൽ തോന്നിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു വാള് സ്ലാബ് അത്യാവശ്യം നല്ല തള്ളിയിട്ട് പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഓപ്പണിങ് കൊടുത്തുകൊണ്ട് നല്ലൊരു പ്ലാന്റർ ബോക്സും കാര്യങ്ങളൊക്കെ നാച്ചുറൽ പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത്. പിന്നെ വന്ന് 2 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നേരെ നമുക്ക് കാണിക്കാനുള്ളത് ഇനി മെയിൻ ഡോറാണ്. മെയിൻ ഡോറിലേക്ക് കംപ്ലീറ്റ് തേക്കൂട്ടിലാണ് മെയിൻ ഡോർ വന്നിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് സെയിം ഡിസൈന് 2 ഭാഗത്തും നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചെറിയൊരു വിൻഡോസ് 2 സൈഡിലും അറ്റാച്ച് ആയിക്കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് ഇന്ത്യയും കാര്യങ്ങളൊക്കെ കാണാം. അബ്ദുല്ല സുഹൈല ദമ്പതികൾക്കായിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ മെയിൻ ഡോർ തുറന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഒരു ഫോയർ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോയർ സ്പേസിലായിട്ട് ഒരു കൺസോൾ ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡിൽ വെനീറാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വ്യത്യസ്തമായ ഡിസൈനോട് വന്നതോടുകൂടി ഈ ഒരു സ്പേസിനെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ഫ്രെയിം വർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ലൈറ്റ്സ്, ഒരു വ്യത്യസ്തമായ ഹാങ്ങിങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നല്ല ജിപ്സം സീലിങ്ങും വെനിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് ഫോർമൽ ലിവിങ് സ്പേസ് വരുന്നത്. ഫോർമൽ ലിവിങ്ങിലേക്ക് കുറച്ച് പ്രൈവസിയോട് കൂടിയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം തന്നെ നല്ല രീതിയിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട്.
ദെൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫോർമൽ ലിവിങ്ങിൽ സോഫാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബീച്ച് ടോണിലാണ് ഇവിടെ സോഫാസിൻ്റെ കളേഴ്സൊക്കെ വന്നിട്ടുള്ളത്. കോഫി ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് മൈക്ക ലാമിനേഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ വർക്കും കാര്യങ്ങളിലാണ് കൊടുത്തിട്ടുള്ളത്. നേരെ ഈ ഒരു ഭാഗത്താണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റിൻ്റെ താഴെയായിട്ട് TV കൺസോൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലൈ തന്നെ വെനിയറാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഹാൻഡിൽസും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു വാളാണ്. ഈ ഒരു വാൾ കംപ്ലീറ്റ് ഒരു വാൾപേപ്പർ ഡിസൈനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ത്രൂ ഔട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കോർണർ ആയിട്ടുള്ള വിൻഡോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസിൻ്റെ കർട്ടൻസ് ഒക്കെ ഒരു പ്രിൻറ്റഡ് മോഡലാണ്. കുറച്ച് വൈറ്റ് തീമിൽ തന്നെ നമ്മൾ ഈ മൈക്കൊക്കെ മാച്ച് ആവുന്ന രൂപത്തിലാണ് കർട്ടൻസും സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കണ്ട ആ ഒരു വിൻഡോ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ലൈറ്റ് നമുക്ക് ഡേ ടൈമിലൊക്കെ ലൈറ്റിൻ്റെ ഉപയോഗം ഇല്ലാതെ തന്നെ നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് വരുന്ന രൂപത്തിലാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രീമിയത്തിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. വെനിയറാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ലൈറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർമൽ ലിവിംഗിൽ നേരെ എത്തുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് കേട്ടോ. ഡൈനിങ് സ്പേസിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കസ്റ്റമൈസ്ഡ് ഡൈനിങ് ടേബിളാണ്. ഇവിടെ ടോപ്പായിട്ട് വന്നിട്ട് ഗ്ലാസ് ടോപ്പാണ് വന്നിട്ടുള്ളത്. വൈറ്റ് ഗ്ലാസ് ടോപ്പ് വന്നിട്ടുണ്ട്. ചെയേഴ്സ് നോക്കുകയാണെങ്കിൽ 6 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ചെയർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചെയറിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ കുഷ്യനാണ്. ബാക്കിലായിട്ട് വുഡൻ്റെ ലെഗ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആക്ച്വലി ഇതൊരു പാസേജ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചെസ്റ്റ് ഓഫ് ഡ്രോവറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഷോ ഐറ്റംസ് ഇതിന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. റത്തൻ ടൈപ്പിലാണ് കേട്ടോ ഇതിൻ്റെ ടാബ്ലറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഒരു ഫ്രെയിം വർക്കും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണിക്കാനുള്ള ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഒരു പ്രയർ യൂണിറ്റ് വരുന്നുണ്ട്. എല്ലാം നമുക്ക് കാണിക്കാം. നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന കഴിഞ്ഞാൽ ഫാമിലി ലിവിങ് സ്പേസ്, ഒരു ചെറിയ ഇരിക്കാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്ത് സോഫയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോഫി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാളിലും ഒരു ഫ്രെയിം വർക്കും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൽ വരുന്ന വാഷ് ബേസിൻ ഏരിയ കാണുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എടുത്തു പറയേണ്ടത് ഈ ഒരു വർക്കും കാര്യങ്ങൾ ചെയ്തു തരാൻ അടിപൊളിയായിട്ടാണ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു വാൾ നമ്മൾ കൊടുത്തിട്ടുള്ള അതേ സെയിം ടൈൽ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വാഷ് ബേസിൻ യൂണിറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ റെഡിമെയ്ഡ് വാഷ് ബേസിനൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇത് ഇവർ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ്. നല്ല ഇത് ഓട്ടോമേഷനാണ് കേട്ടോ. പൈപ്പ് വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബേസിനിൽ കൊടുത്തുള്ള ഡ്രെയിനേജ് സിസ്റ്റം നല്ല നമ്മൾ കാണാത്തൊരു രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മിറർ യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മിറർ യൂണിറ്റിന് നേരെ മുകളിലായിട്ട് തന്നെ ലൈറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയാണ് പ്രയർ യൂണിറ്റ് വരുന്നത്. പ്രയർ യൂണിറ്റായിട്ട് ഒരു പ്രത്യേക റൂം തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് പ്രയർ ഏരിയ വന്നിട്ടുള്ളത്. വിൻഡോസിനായിട്ട് നല്ല കർട്ടൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാള് ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വാളിന് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ഒരു ബോർഡർ രൂപത്തിൽ ഒരു വുഡൻ്റെ റീപ്പോ വർക്കും അതുപോലെ തന്നെ കംപ്ലീറ്റ് ടൈലും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു വാൾ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ കാണാൻ മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡിസൈനും കാര്യങ്ങളും എടുത്തു പറയേണ്ടതാണ്. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് വരുന്നത് 330, 360 സൈസ് വരുന്നത്. നല്ലൊരു കിങ് സൈസ് ബെഡ് കോട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഹെഡ് പോർഷനൊക്കെ നല്ല ഡിസൈൻ വന്നിട്ടുണ്ട്. രത്തൻ്റെ നെറ്റും കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എവിടെയും കാണാത്തൊരു ഡിസൈനാണ് ഈ ഒരു ബെഡ്റൂമിലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 രീതിയിലും സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ അവരെ ഡ്രോയിങ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് കസ്റ്റമൈസ് ആയിട്ട് ഉണ്ടാക്കിച്ചാണ് എല്ലാ വർക്ക് ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഈ ഒരു ഭാഗത്താണ് വാൾഡ്രോബ് വരുന്നത്. വാൾഡ്രോബ് നമ്മൾ ഇതുവരെ കാണാത്ത നല്ലൊരു ഡിസൈനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു എഡ്ജസ് നോക്കിയാൽ കേർവ് ആയിട്ടാണ് വാൾഡ്രോബിൻ്റെ അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സെൻട്രലായിട്ട് കുറച്ച് ഓപ്പൺ ആയിട്ടും ദെൻ കംപ്ലീറ്റ് പാനൽസ് ഫിക്സഡ് ആയിട്ട് ക്ലോസ് ആയിട്ടുള്ള പാനൽസാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ സീലിംഗ് നോക്കി കഴിഞ്ഞാൽ ജിപ്സം സീലിംഗ് കൊടുത്തിട്ടുണ്ട്. വെനിയർ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 ലെവലായിട്ടാണ് സീലിംഗ് കൊടുത്തിട്ടുള്ളത്. നല്ല ലൈറ്റും കാര്യങ്ങളും എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടെ ഒരു വാൾഡ്രോബ് ഏരിയ. സെപ്പറേറ്റ് ആയിട്ട് തന്നെ മിറർ യൂണിറ്റും വാൾഡ്രോബിൻ്റെ സെക്ഷൻ അതുപോലെ ടോയ്ലറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ ഒരു ലെങ്തി ആയിട്ടുള്ള മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മിറർ യൂണിറ്റ് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ബെഡ്റൂമിൽ കുറച്ചും കൂടി വലിയ മിറർ യൂണിറ്റ് വെക്കുന്നത്. അപ്പോൾ അതുപോലെ അതിനായിട്ടുള്ള ഒരു സ്പേസ് ഇവർ കണ്ടിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരു വലിയൊരു വാൾഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നിട്ട് അറ്റാച്ച് ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വെറ്റ് ഏരിയ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ബേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ള ഇറ്റാലിയൻ മാർബിളാണ് കേട്ടോ. ഒരു ഗ്രീനിഷ് ടച്ചിലും അതിന് വൈറ്റ് ആൻഡ് കോമ്പിനേഷനിലാണ്
വന്നിട്ടുള്ളത്. ഇതുപോലെ ഈ ഒരു ബ്രഷ് സാധനങ്ങൾക്ക് വെക്കാൻ നമ്മൾ പ്രത്യേക സ്ഥലം കാണുമെന്ന് പറയുന്നത്. അതുപോലെ നല്ല ലെങ്തി ആയിട്ടുള്ള നിഷ്യസ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. ഇവിടെ ഡോറൊക്കെ എടുത്ത് പറയേണ്ടതാണ്. കംപ്ലീറ്റ് വുഡിലാണ് ഡോറ് വന്നിട്ടുള്ളത്. നല്ല വ്യത്യസ്തമായ ഡിസൈൻ, ചെക്ക് രൂപത്തിൽ താഴെ മുകളിലായിട്ട് ഒരു പ്രത്യേക ഡിസൈൻ ഈ ഒരു ഡോറ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇവർ തന്നെ ചെയ്യിച്ചാണ് അടിപൊളിയായിട്ട് കിങ് സൈസ് ബെഡ് കോട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ് കോട്ടിൻ്റെ ഈ ഹെഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ വുഡിൽ തന്നെ കുഷ്യനും കൂടി അപ്ലൈ ചെയ്ത രൂപത്തിലാണ്. കാരണം കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഇല്ലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യം ഈ ഒരു കുഷ്യൻസും കാര്യങ്ങളൊക്കെ കട്ടിൽ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ദെൻ രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ലാമ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാൾ തന്നെ എടുത്ത് പറയേണ്ടത് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സീലിങ്ങിലേക്ക് നോക്കി കഴിഞ്ഞാൽ ജിപ്സം സീലിംഗ് കൊടുത്തിട്ടുണ്ട്. മിനിമൽ ആയിട്ടുള്ള സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടുള്ള സീലിംഗ് വർക്കും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് കർട്ടൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വൈറ്റ് തീമിൽ പ്രിന്റഡ് ഡിസൈനിൽ വരുന്ന സെയിം കർട്ടൻസ് തന്നെയാണ് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെ സെപ്പറേറ്റ് ആണ് വാൾഡ്രോബ് ആണെങ്കിലും ടോയ്ലറ്റും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കാണ് മിറർ യൂണിറ്റും എല്ലാം വരുന്നത്. മിറർ യൂണിറ്റ് ലെങ്തി ആയിട്ടുള്ള മിറർ യൂണിറ്റ് ഇവർ തന്നെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിപ്പിച്ചതാണ് അടിപൊളിയായിട്ട്. ഞാൻ പറഞ്ഞു ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് വർക്ക് എടുത്തുള്ളത് ദ വൺ ഡിസൈൻ സ്റ്റുഡിയോ ആണ്. അവർക്കാണ് അതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഇരിക്കുന്നത്, അതുപോലെ ഡെവലപ്പേഴ്സിനും. അപ്പോൾ ആ ഒരു വർക്ക് നമുക്ക് ഈ കംപ്ലീറ്റ് ഈ ഒരു റൂമിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതും കംപ്ലീറ്റ് വുഡിലാണ് കേട്ടോ, തേക്ക് വുഡിൽ ചെയ്തതാണ്. രണ്ട് ഷെൽഫ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്കാണ് ടോയ്ലറ്റ് വരുന്നത്. FRPൻ്റെ ഡോറാണ് ടോയ്ലറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കാണിക്കാനുള്ളത് ഇവിടുത്തെ കിച്ചണാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. കംപ്ലീറ്റ് വാളിൽ കംപ്ലീറ്റ് ടൈൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. നേരെ വന്നു കഴിഞ്ഞാൽ ഒരു ലെങ്തി ആയിട്ടുള്ള സ്ലാബാണ് ഇവിടെ വരുന്നത്. സ്ലാബിൽ കൊടുത്തിട്ടുള്ളത് വൈറ്റ് ടൈലാണ്. കബോർഡും കാര്യങ്ങളും താഴെയായിട്ടും മുകളിലൊക്കെ കബോർഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കളർ തീമാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം വൈറ്റ് ആൻഡ് ലൈറ്റ് ഗ്രീനോട് കൂടിയിട്ടുള്ള ഒരു കളർ ഇവിടെ ചൂസ് ചെയ്തതെന്ന് തന്നെ പറയാം. അതുപോലെ വെന്റിലേഷൻ വേണ്ടി ചെറിയ വിൻഡോ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ഭാഗത്തേക്കാണ് ചിമ്മിനിയും അടുപ്പും ചിമ്മിനി സ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നത്. ദെൻ ഇങ്ങോട്ടായിട്ട് സിങ്ക് സെപ്പറേറ്റ് തന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സിങ്കിലെല്ലാവരും സാധാരണ ഈ ഒരു തിണ്ട് ഇവിടെ കൊടുക്കാറില്ല. ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളമൊക്കെ അകത്തേക്ക് വരാക്കാൻ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു കട്ടിങ് ഇവിടെ കൊടുക്കുക എന്നുള്ളത്. അതുപോലെ കിച്ചണിൽ തന്നെ ഒരു ചെറിയ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 4 ആൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഗ്ലാസ് ടോപ്പോട് കൂടിയുള്ള ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ചിമ്മിനിയും കാര്യങ്ങളും ആ ഒരു ഭാഗത്ത് സ്റ്റൗവിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. ഇനി ചെറിയൊരു സ്റ്റോർ റൂം സ്പേസും ഈ ഒരു ഭാഗത്തുണ്ട്, നമുക്ക് കാണിക്കുന്നില്ല. അവിടെ ചെറിയ സ്റ്റോർ റൂം സ്പേസ് വരുന്നുണ്ട്. ഇത് സ്റ്റെയർ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ സ്റ്റെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹാൻഡ് റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയലിൻ്റെ ചെറിയ ബ്ലാക്ക് കമ്പി കൊടുത്തിട്ട് അതിൽ തന്നെ വുഡൻ വർക്കാണ് ഹാൻഡിലായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള ഇറ്റാലിയൻ മാർബിളിൻ്റെ ഭാഗം തന്നെയാണ് ഇവിടെ സ്റ്റെപ്പിനും അപ്ലൈ ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ നമ്മൾ പ്രത്യേകം കാണാത്തൊരു ഡിസൈനാണ്. സ്റ്റെപ്പിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരു ബോർഡർ വർക്ക്, വുഡൻ ബോർഡർ റീപ്പർ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് മുകളിൽ വരെ പോകുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു സ്റ്റെയറിന് നല്ല ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു വാള് പ്ലെയിൻ ആക്കി ഇടാതെ ചെറിയൊരു ഫ്രെയിം ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സ്പെഷ്യലാണ്, ഇവിടുത്തെ സ്റ്റെയറും അപ്സ്റ്റെയർ ഏരിയയും ലാൻഡിങ്ങും ഒക്കെ വളരെ സ്പെഷ്യലാണ്. ഈ ഒരു സ്റ്റെയറിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ വാട്ടർ ബോഡി ഉണ്ട്. അത് നമ്മൾ പെട്ടെന്ന് കാണില്ല, എന്നാൽ ഈ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ കാണുന്ന രൂപത്തിലാണ് ഈ ഒരു വാട്ടർ ബോഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല റിഫ്രഷ്മെൻറ്റ് ഏരിയ ആണ് കേട്ടോ. അതുപോലെ നല്ല കൂളിംഗ് എഫക്റ്റ് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കിട്ടുകയും ചെയ്യും. വാട്ടർ ബോർഡിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് വലിയൊരു ഫൈക്കസിൻ്റെ പ്ലാന്റർ ബോക്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് വൈറ്റ് പെബിൾസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ഒരു ഭാഗം നമ്മുടെ വീടിൻ്റെ അകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ. അതുപോലെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ വിൻഡോസ് അല്ല, വിൻഡോസിന് പകരം ജാളി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് സിംഗിളായിട്ടുള്ള മുകൾ വരെ എത്തുന്ന ജാളി വർക്ക് ഉണ്ട്. ഇവിടെയും ത്രൂ ഔട്ട് ജാളിയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ഈ ജാളി വർക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ പൊടിവെള്ളവും കാര്യങ്ങളൊക്കെ വീട്ടിലേക്കകത്തേക്ക് വരും. പിന്നെ ഇൻസെക്റ്റ് കാര്യങ്ങൾ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. ഇത് എന്താ വെച്ചാൽ നമ്മളെ മോസ്കിറ്റോ നെറ്റ് ഇതിങ്ങനെ പൊടി ചെയ്ത് വെച്ചാണ്. ഈ മോസ്കിറ്റോ നെറ്റ് നമുക്ക് കംപ്ലീറ്റ് ഇവിടെ അടക്കാൻ പറ്റും. അതുപോലെ വേറെ കവറിങ്ങും ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്കിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ രൂപത്തിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഐഡിയ ആയിട്ടൊക്കെ തോന്നിയത്. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒക്കെ സേവ് ചെയ്ത് വെച്ചോളി, സ്ക്രീൻഷോട്ടൊക്കെ എടുത്തോളി.
പിന്നെ നല്ല രീതിയിൽ തന്നെ നല്ലൊരു ലൈറ്റോട് കൂടിയിട്ടുള്ള ആൻറ്റിക്സും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് കിട്ടുന്നതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു മുകൾ ഭാഗത്ത് സ്ലോപ്പിംഗ് റൂഫിൽ നല്ല രീതിയിൽ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് കൊടുത്തുകൊണ്ട് തന്നെ വെള്ളമൊന്നും അകത്തേക്ക് വരില്ല, പക്ഷെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാന്റിന് കിട്ടുന്ന രൂപത്തിലാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വരുന്ന ഒരു ബെഡ്റൂമാണ് കേട്ടോ. നമ്മൾ ടോട്ടൽ 3 ബെഡ്റൂംസ് ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ഒന്ന് വരുന്നത് മുകൾ ഭാഗത്താണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം സ്പേസ് വരുന്നത്. ഈ ഒരു പാസേജിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് അറ്റാച്ച് ആയിക്കൊണ്ട്. നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് മിറർ യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള നമ്മൾ താഴെ കണ്ട ആ ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ള മിറർ യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കിങ് സൈസ് ബെഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ഒരു സൈസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു കട്ടിലിൻ്റെ ഹെഡ് പോർഷൻ തന്നെ എടുത്തു പറയേണ്ടതാണ്. 3 ബെഡ്റൂംസിലും 3 ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ളതാണ്, കുറച്ചുകൂടി നമുക്ക് സിമ്പിളായിട്ടുള്ള ഡിസൈനൊക്കെ തോന്നിക്കുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. 2 ഭാഗത്തും സൈഡ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൈഡ് ടേബിളിലെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിൾ ആൻഡ് ക്യൂട്ടാണെന്ന് പറയാൻ എടുത്തു പറയാൻ കാരണം ഇവിടെ വർക്കും കാര്യങ്ങളും തന്നെയാണ്. നല്ലൊരു ഫിനിഷിംഗ് ആട്ടെ, ഏത് ഫർണിച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം ഓപ്പൺ ആയിട്ടും ദെൻ മറ്റേ ക്ലോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കർട്ടൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കർട്ടൻ ആണ്, പ്രിൻറ്റഡ് ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നല്ല ലൈറ്റും കാര്യങ്ങളും വാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം തന്നെ സ്ലോപ്പിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു സീലിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാൾഡ്രോബ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പ്ലൈവുഡിലെ വാൾഡ്രോബ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതും അത്യാവശ്യം നല്ല പ്രീമിയത്തിൽ വുഡൻ്റെ റീപ്പോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു വാൾഡ്രോബ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹാൻഡിൽസ് എനിക്ക് എടുത്ത് പറയേണ്ടതാണ്. നല്ല ഭംഗിയായിട്ട് ഒരു സ്ക്രൂ ടൈപ്പൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ളൊരു റസ്റ്റിക് ഫിനിഷിൽ ആൻറ്റിക് മോഡൽ വരുന്ന ഹാൻഡിൽസാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വീടിൻ്റെ കംപ്ലീറ്റ് വർക്ക് എടുത്തിട്ടുള്ളത് ഡിസൈനിങ്ങും ഡ്രോയിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത് ദ വൺ ഡിസൈൻ സ്റ്റുഡിയോ ആണ്. അതുപോലെ ഇതിൻ്റെ ഡെവലപ്പേഴ്സാണ്, ഇത് CMH ഡെവലപ്പേഴ്സാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത്. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളും എല്ലാം അതിന് വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ട് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് ഇവിടെ കാലിക്കറ്റ് തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും നല്ല രീതിയിൽ ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു ഹോം ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.